സ്നേഹമുള്ളവരെ, നല്ല ഒരു സന്ധ്യ വളരെ മനോഹരമായിട്ട് KBL പാട്ടുപുര സമൂഹം ഗുഡ് ന്യൂസ് അമ്മ വീടിന് വേണ്ടിയിട്ട് ഒരുക്കി തന്നു. നിങ്ങളുടെ വലിയ ത്യാഗത്തിന്, നിങ്ങളുടെ വലിയ മനസ്സിന് ഒത്തിരി നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ KBL ക്രെയിൻ സർവീസിൻ്റെ ഉടമസ്ഥനായ മാത്യു, നിങ്ങളുടെയൊക്കെ ബൗച്ചായൻ മാസങ്ങളായിട്ട് നമ്മുടെ ഈ ഒരു സന്ധ്യ വിരുന്നൊരുക്കാനായിട്ട് പലപ്പോഴായിട്ട് വന്നു. പല കാരണങ്ങൾ കൊണ്ട് അതങ്ങ് മാറിപ്പോയി. ദൈവം ഇന്ന് ഈ വിരുന്നൊരുക്കാൻ നമ്മളെ ഉപകരണമാക്കി. അപ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിന് നമുക്ക് നന്ദി പറയാം. അനേകം കലാകാരന്മാർ ഒരുമിച്ച് കൂടി തങ്ങളുടെ കല മുരടിച്ചു പോകാതെ അത് സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന സഹോദരങ്ങളോടൊപ്പം ഈ സന്ധ്യ ചെലവഴിക്കാനായിട്ട് തിരഞ്ഞെടുത്ത നിങ്ങളുടെ വലിയ മനസ്സ് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ആലയം ഇവിടെ ആരംഭിക്കുന്നത് 2011 ഞാൻ 2005 ഈ പാമ്പാടി ദേശത്ത് എത്തുന്നത്. 2005 മുതൽ ഇവിടെ ഉണ്ട്. ആദ്യമേ നമ്മൾ ധ്യാന സെൻറ്റർ തുടങ്ങി. ധ്യാനത്തിലൂടെ പോകുന്ന സമയത്ത് പ്രസംഗിക്കാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷെ അത് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ആ ഒരു ബോധ്യം പലപ്പോഴും വിമർശിക്കപ്പെടുന്നൊരു കാര്യമാണ്. ഒത്തിരി പ്രസംഗിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. ഇപ്പം നമ്മുടെ ഈ ആലയത്തിൻ്റെ, നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ മോട്ടോ തന്നെ ലവ് ഇൻ ആക്ഷൻ, അതായത് സ്നേഹം വാക്കിലല്ല പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ ധ്യാന ശുശ്രൂഷയിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ ദൈവം തന്നൊരു ബോധ്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ വലിയൊരു അപകടത്തിലൂടെ കടന്നുപോയി. വഴി കിടന്ന് എന്നെ ഒരു ഓട്ടോ ഡ്രൈവർ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ടാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത്. ഇപ്പോൾ കർത്താവ് നൽകിയ വലിയൊരു വെളിപ്പെടുത്തലാണ്. വഴി കിടന്ന് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ഈ ലോകത്ത് ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ വഴി കിടക്കുന്നവരെയും തെരുവിൽ അലഞ്ഞു നടന്നിരുന്നവരെയും വീടുകളിൽ ആരും നോക്കാനില്ലാത്തവരെയും എടുത്ത് സംരക്ഷിക്കുക, അത് നമ്മുടെ ആരുടെയും ഔദാര്യമല്ല, അത് നമ്മുടെ കടമയാണ് എന്നൊരു ബോധ്യം കിട്ടി. ഇപ്പം ഞങ്ങളുടെ സഭാ സമൂഹം ആന്ധ്രയിലാണ് തുടങ്ങിയത്. ഇപ്പോൾ സഭാധികാരികളോട് ഇങ്ങനൊരു ശുശ്രൂഷ ആരംഭിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് വരുമാനമുള്ള സ്ഥാപനങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പം നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛന്മാർ ഇടവകയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അവരുടെ ശമ്പളത്തിൽ ഇത്ര ശതമാനം സഭയുടെ ആവശ്യത്തിനായിട്ട് കൊടുക്കണമെന്നുണ്ട്. ഇപ്പം സെമിനാരിക്കാരുടെ പഠിത്തത്തിനും പ്രായം ചെയ്യുന്നവരുടെ ചികിത്സയ്ക്കുമൊക്കെ ആയിട്ട്. അപ്പോൾ വേറെ വലിയ വരുമാന മാർഗമുള്ള സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സഭാധികാരികൾ പറഞ്ഞു, കണ്ടതിപ്പുറപ്പിലച്ച ഇത് നല്ലൊരാശയമാണ്, പക്ഷേ നമ്മുടെ സഭയുടെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ഇത് ഏറ്റെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സാഹചര്യമല്ല. അച്ഛന് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാം എന്നുണ്ടെങ്കിൽ അച്ഛൻ ഇത് ചെയ്യ്, പ്രോത്സാഹനമൊക്കെ തരാം. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ശുശ്രൂഷ ആരംഭിച്ചത്. ചെറിയ തോതിൽ തുടങ്ങി. ഇന്ന് നമ്മൾ ഏകദേശം സ്റ്റാഫും ഇവിടുത്തെ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ഒരു 200 പേരോളം ഉണ്ട്. സ്നേഹമുള്ളവരെ, നമ്മളുടെ ഈ ഭവനം സാധാരണ ഒരു ആത്മായ സഹോദരൻ നടത്തുവാണെങ്കിൽ സമൂഹത്തിൻ്റെ വലിയൊരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ വലിയൊരു സംരക്ഷണം അല്ലെങ്കിൽ വലിയൊരു കൂട്ടായ്മ അവിടെ രൂപപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും പലർക്കും അറിയത്തില്ല ഈ സ്ഥാപനത്തിൻ്റെ A to Z
ഞാൻ തന്നെ കണ്ടെത്തണം. അപ്പോൾ സാധാരണ പൊതുജനം നോക്കുമ്പോൾ അവർ പറയുന്നത് എന്താണ്? ഓ, അച്ഛന്മാരല്ലേ, കോടികളുണ്ട്, അല്ലെങ്കിൽ സഭയ്ക്ക് കോടികളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ നമ്മൾ മാസത്തിൻ്റെ അവസാനമാകുമ്പോൾ ശരിക്കും ചില രാത്രികളിൽ കിടന്ന് കരഞ്ഞിട്ടുണ്ട്. ദൈവമേ, എങ്ങനെ ബില്ല് പേ ചെയ്യും, എങ്ങനെ 10-20 സ്റ്റാഫിന് ശമ്പളം കൊടുക്കും, മറ്റ് ക്രമീകരണങ്ങൾ എങ്ങനെ കൊടുക്കും, ഒരാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായെന്ന് അറിയുമ്പോൾ നമ്മുടെ ചങ്ക് പിടയ്ക്കുക, ദൈവമേ എങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരും. ഇപ്പം നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഒരു മാസം നമ്മുടെ ഈ ഭവനം ഓടണമെങ്കിൽ ഒരു 15 ലക്ഷം രൂപ വേണം. ചിലപ്പം ഹോസ്പിറ്റൽ ബില്ലൊക്കെ വന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് കൂടും. അപ്പോൾ ഓരോ ദിവസവും ദൈവത്തിൻ്റെ പരിപാലന നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഇത്രയും ജനം 10-200 പേര് ഈ ആലയത്തിൽ വസിക്കുന്നുണ്ടെന്ന് പലർക്കും അറിയത്തില്ല. ഇപ്പം നിങ്ങൾ ഈ KPL പാട്ട് കൂട്ടായ്മയിലേക്ക് ഉള്ള സഹോദരങ്ങളോട് എനിക്കൊരു അപേക്ഷയുള്ളത്, നിങ്ങളുടെ കൂട്ടുകാരോടും നിങ്ങളുടെ പരിചയക്കാരോടും നിങ്ങളുടെ ബന്ധുക്കളോടും നിങ്ങളുടെ സ്നേഹിതരോടുമൊക്കെ ഇവിടെ ഇങ്ങനെ കുറച്ച് അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉണ്ടെന്നൊന്ന് പറയുക. അതോടൊപ്പം തന്നെ നമ്മുടെ വിവാഹവാർഷികം വരുന്നു, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ജന്മദിനം വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാരുടെയൊക്കെ മരണവാർഷികമോ ഒക്കെ നമ്മൾ വലിയ നാട്ടുകാരെയൊക്കെ വിളിച്ച് ആഘോഷം നടത്തുമ്പോൾ ഈ മൂലയിൽ ഇങ്ങനെ കുറച്ച് അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉണ്ടെന്നും കൂടെ നിങ്ങളൊന്ന് ഓർക്കണം. അതുപോലെ തന്നെ ചില മാസങ്ങളിലൊക്കെ നമ്മൾ പറയുന്നില്ല, പണ്ട് കാരണവന്മാർ പറയുമല്ലോ, രണ്ടറ്റവും മുട്ടിക്കാനായിട്ടുള്ളൊരു ബെത്തപ്പാടെന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ നമ്മുടെ അരിയൊക്കെ തീർന്നു പോകും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്നത്, ഒരു മാസം ഒരു ചാക്ക് അരി തരാൻ പറ്റുന്നവർ ഒരു ചാക്ക് തരിക, അല്ലെങ്കിൽ അരച്ചാക്ക് തരാൻ പറ്റിയാൽ അരച്ചാക്ക്. ഈവൻ 1 കിലോയുടെ അരിയെ അല്ലെങ്കിൽ 1 കിലോയെ നിങ്ങൾക്ക് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ 1 കിലോ അരി ഇവിടെ എത്തിച്ചാൽ